മലയാളികളുടെ തമന്ന. കഴിഞ്ഞ ദിവസം ഒരു ഇനാഗ്രേഷൻ. അത് മലയാളികളുടെ തമന്ന, പാവങ്ങളുടെ തമന്ന. ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് എന്താ പറയാ, ജീവിതം വഴിമുട്ടി നിന്നപ്പം ഒരു ഏതൊക്കെ ഇന്റർവ്യൂല് എവിടൊക്കെ എങ്ങനൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കാം, ചർച്ചാ വിഷയം ഉണ്ടാക്കാം എന്നാലോചിച്ച് കണ്ടുപിടിച്ച് വന്ന് ഇന്റർവ്യൂ കൊടുക്കുന്ന രേണുസുധയുടെ 2-3 ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് റിയാക്ട് ചെയ്യാം, എന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വേറെ വരാം. ഞാനാണ് വീട് നോക്കുന്നത്, എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ, എനിക്ക് എന്റെ മക്കളെ പട്ടിണിക്കിടാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം. ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് എന്താ പറയാ, ജീവിതം വഴിമുട്ടി നിന്നപ്പം ഒരു എന്തോ ഒരു ഭാഗ്യം പോലെ ചെറിയ ചെറിയ ആൽബങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും നാടകവും നിങ്ങൾക്കറിയാലോ, അങ്ങനെ വന്നതാണ് ഞാൻ. ഭർത്താവ് മരിച്ചെന്ന് കരുതി വീടിന്റെ അകത്ത് അടച്ചിട്ട് വെള്ളസാരി കൊടുത്ത് മറ്റേ ശോകം അടിച്ചിരിക്കണം എന്നുള്ളത് ഒരാളും പറയുന്നില്ല. അങ്ങനെ ചെയ്യരുത് എന്നുള്ള അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇവിടെ പോയവരോ പോയി എന്ന് കരുതി നമുക്കൊരു ജീവിതമുണ്ട്, നമ്മുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം അവർക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടും നമുക്ക് ജീവിച്ചു തീർത്തേ പറ്റത്തുള്ളൂ. അതിന് നമ്മള് പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ ഭാവി നോക്കി നമുക്ക് കിട്ടുന്ന ജോലി ചെയ്ത് അതിന്റെ സാലറി മേടിച്ച് കൂടെയുള്ള ആൾക്കാരുടെ വിശപ്പ് മാറ്റാന്നുള്ളത് നമ്മുടെ കടമയാണ് എന്നും കരുതി രേണുസുധയുടെ വീഡിയോസിനാണേലും ഫോട്ടോസിനാണേലും വരുന്ന ഒരു കമന്റ് ഉണ്ട്, ഭർത്താവ് മരിച്ചത് അനുഗ്രഹമായിട്ട് കൊണ്ട് നടക്കുന്ന സ്ത്രീ. ആ ഒരു നിലയിൽ തന്നെയാണ് രേണുസുധി പോകുന്നതും. സ്വന്തം ഭർത്താവ് മരിച്ച ഡേറ്റ് പോലും ഈ സ്ത്രീക്ക് ഓർമ്മയില്ല. അത് ഇന്റർവ്യൂല് വന്ന് ചോദിച്ച വ്യക്തിയോട് അങ്ങോട്ട് ചോദിക്കുക, ഇന്ന ഡേറ്റിലല്ലേ സുധിച്ചേട്ടൻ മരിച്ചതെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് തെണ്ടിത്തരം എന്ന് പറയാൻ എനിക്ക് പറ്റത്തുള്ളൂ. നമ്മൾ നല്ല കാര്യങ്ങളല്ലേ ഓർക്കേണ്ടത്, പൊട്ട കാര്യങ്ങൾ ഓർക്കണ്ടല്ലോ എന്നുള്ളത്. ഇത്രയും നാളും നിങ്ങൾക്ക് വിഷമോ സങ്കടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ ഒരു വോയിസ് കേട്ടതില് അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഫേക്ക് ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒപ്പീനിയൻ നല്ല ഒന്നാന്തരം ഡ്രാമയാണ് നിങ്ങൾ ഈ കാണിച്ചത്. നിങ്ങൾ ഓപ്പൺ ആയിട്ടിരുന്ന കാര്യം സംസാരിച്ചതിന് കുഴപ്പമില്ല, എന്തിനാ ഈ ഡ്രാമയുടെ ആവശ്യം? നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ഏത് വഴിയാണെന്നും ഏത് ലെവലാണെന്നും നാട്ടുകാർക്ക് മൊത്തം അറിയാം. അവിടെ നിങ്ങൾ ഈ അഭിനയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് നെഗറ്റീവിന്ന് നെഗറ്റീവിലോട്ട് പോകുന്നല്ലാണ്ട് ഒരു രീതിയിൽ ആ സാധനം പോസിറ്റീവായിട്ട് വരത്തില്ല. ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോ പേരുകളായിരുന്നു. അന്ന് പല്ലി മാറി, അതിനുശേഷം വന്നു, അതിനുശേഷം വന്നിരുന്നതാണ് മലയാളികളുടെ തമന്ന. കഴിഞ്ഞ ദിവസം ഒരു ഇനാഗ്രേഷൻ. മലയാളികളുടെ തമന്ന, പാവങ്ങളുടെ തമന്ന, മലയാളികളുടെ അല്ല പാവങ്ങളുടെ തമന്ന. സന്തോഷമേ ഉള്ളൂ. എനിക്ക് തമന്ന മാമിനെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടു ഏത് കണ്ണുപൊട്ടനാണോ എന്തോ പാവങ്ങളുടെ തമന്നാന്ന് പറഞ്ഞിരിക്കുന്നേ. എടാ ഏതോ കണ്ണുപൊട്ടൻ എന്തോ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അതിന്റെ പിറകെ തൂങ്ങുന്നത് എന്തിനാണോ എന്തോ. കുറച്ച് ഉളുപ്പ് വേണം സ്ത്രീ. നൂലും ഇല്ലാത്ത തുണി ഇട്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഇട്ടിട്ടുണ്ടോ? ഈ പറയുന്നവൻ കാണിച്ചു തരട്ടെന്നേ. അറ്റവും നൂലും ഇല്ലാത്ത തുണി ഇന്ന് നൂലിന്റെ കാര്യം പറഞ്ഞപ്പോ അറ്റവും നൂലും ഇല്ലാത്ത തുണി നിങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് മൊത്തം അവിടെ എവിടെയും കാണിച്ചോണ്ടുള്ള ഡ്രസ്സാ. അഥവാ കാണാതെ ഡ്രസ്സ് ഇട്ടെങ്കിൽ നിങ്ങൾ മാറ്റി കാണിച്ചു കൊടുക്കും. അതാണ് നിങ്ങൾ കുറച്ചു നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്ന് പാവാടവള്ളി എന്തോ ഡാൻസ് കളിച്ചപ്പോ കണ്ടെന്ന് തോന്നുന്നു. അതിന് വലിയൊരു വിവാദമാകും കേട്ടോ, പാവാടവള്ളി കണ്ടു. എനിക്കൊന്നും വിഷയമല്ല, പാവാട ഇടുന്നവര് പാവാട വള്ളി കാണും. എന്നിട്ടാലും അത് വള്ളി കണ്ട എന്താന്ന് വിഷയം? ഇടുന്നോണ്ടല്ലേ കാണുന്നത്, ഇടാതിരിക്കുന്നില്ലല്ലോ. അപ്പം പിന്നെ എന്താ പറയാ, ഞാൻ ഇടുന്ന എല്ലാം എന്റെ ശരീരത്തിനനുസരിച്ചുള്ള, നിങ്ങൾക്കൊക്കെ നേരിട്ട് എന്നെ കാണുന്നവർക്കറിയാം, ഞാൻ ഈ ക്യാമറയിലോ മൊബൈലോ ടിവിയിലോ കാണുന്ന ആളല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആണോ? ആളല്ല. അപ്പൊ എനിക്ക് ചേരുന്ന ഡ്രസ്സുകളാണ് ഞാൻ ഇടാറുള്ളത്. എനിക്ക് എന്താണോ കംഫർട്ടബിൾ അത്. പിന്നെ സാരി ഉടുത്തിട്ട് പർദ്ദ ഇടണോന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. സാരി ഉടുത്തിട്ട് വയറ് കാണിക്കാതെ ഇവിടെ എല്ലാം സെറ്റിപ്പം നടക്കുന്ന കാര്യമില്ല. എന്റെ കംഫർട്ടബിൾ ആണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത്, പഴയ കാലത്ത് ഒരു മുണ്ട് ബ്ലൗസ് കൊണ്ടിടുന്നു, അവരുടെ വയറ് കാണത്തില്ലേ? അവർക്ക് സാരി ഉണ്ടായിരുന്നോ? സാരി ഉടുക്കുന്നവരുടെ വയറ് മൂടിയിട്ട് മറ്റേ ഇവിടം വരെ തോർത്ത് പറ്റി പൊതിഞ്ഞോണ്ടാണോ നടക്കുന്നത് എല്ലാവരും?
എന്റെ വയറ്, ഞാൻ ഇപ്പോഴും പറയുന്നത് എന്റെ വയറ് കംഫർട്ടബിൾ ആണ് കാണിക്കുക, എനിക്ക് ഇഷ്ടമാണ് എന്റെ വയറ്. അത് കാണട്ടെ, അതിനകത്ത് ഒരു വൃത്തികേടും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ചോദ്യങ്ങൾക്കും അതല്ലെങ്കിൽ ഇതുപോലുള്ള ഉത്തരങ്ങൾ പറയേണ്ടി വരികയും ചെയ്യുന്നതിന്റെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യം രണ്ടും ഒന്നു തന്നെയല്ലേ? എന്തെല്ലാട്ടെ, അതെന്താണെന്ന് സ്വയം നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആൾക്കാർ ഓരോന്ന് പറയുന്നതും അതിനനുസരിച്ച് പെരുമാറുന്നതും. നിങ്ങള് അതൊരു എന്താ പറയാ പ്രിവിലേജ് അല്ലെങ്കിൽ അവാർഡ് കിട്ടിയ പോലെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ. നിങ്ങൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും എന്നതേ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഓരോന്ന് ചെയ്യും. എന്നിട്ട് ആ പറഞ്ഞു കഴിയുമ്പോ അതിനെ കൊണ്ടുവന്ന് വിമർശിക്കുകയും ചെയ്യും. കുറച്ച് ഉളുപ്പ് വേണം. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഒന്നിക്ക് ഉറച്ചു നിൽക്കുക. നിങ്ങൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ ഒരു വീഡിയോസും കാണാറില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അറിയാറില്ല. നിങ്ങൾ എല്ലാ വീഡിയോസും കാണുന്നുണ്ട്, എല്ലാ ആൾക്കാരുടെയും വീഡിയോസ് തപ്പി നടക്കുന്നുണ്ട്, എന്നിട്ട് ഒരുമാതിരി തൊലിഞ്ഞ ഡയലോഗ് പറയുന്നത്. കഷ്ടം അത്രേ പറയാനുള്ളൂ. ശരി എന്നാ, വീണ്ടും കാണണം.